നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും, 19-ാം നൂറ്റാണ്ടിലെ തിരക്കേറിയൊരു ചന്ത. അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് നടുവിലൂടെ ഒരു സ്ത്രീയെ വലിച്ചിഴച്ചുകൊണ്ടുവരികയാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുന്നുണ്ട്. അതെ, അവരുടെ മുഖത്തുനിന്ന് ചോര ഒലിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സവർണർക്ക് മാത്രം അവകാശമുണ്ടായിരുന്ന ഒരു സ്വർണ്ണ മൂക്കുത്തി ധരിച്ചു. അതിന്റെ പേരിൽ ആ നാട്ടിലെ പ്രമാണിമാർ നടു റോഡിൽ വെച്ച് അവളുടെ മൂക്കിൽ നിന്നും ആ ആഭരണം പിച്ച് ചീന്തിയെടുത്തതാണ്. ശരിക്കും ഒരു ക്രൂരമായ സംഭവമല്ലേ? തീർച്ചയായും. പക്ഷേ ഇതിന്റെ പിറ്റേ ദിവസം ആ ചന്തയിലേക്കൊരു മനുഷ്യൻ കടന്നുവരുന്നു. പുള്ളിയുടെ കൈകളിൽ നിറയെ സ്വർണ്ണ മൂക്കുത്തികളുണ്ടായിരുന്നു. ഓ, അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നിരിക്കും. അതെ, അവിടെയുള്ള അവർണരായ സ്ത്രീകളെ മുഴുവൻ വിളിച്ചുകൂട്ടി. ആ സ്വർണ്ണ മൂക്കുത്തികൾ അദ്ദേഹം അവരെ അണിയിച്ചു. എന്നിട്ട് പ്രമാണിമാരുടെ മുഖത്തു നോക്കി ഒരു വെല്ലുവിളിയും നടത്തി. എന്തായിരുന്നു ആ വെല്ലുവിളി? ധൈര്യമുണ്ടെങ്കിൽ ഇതിലൊരാളുടെയെങ്കിലും ദേഹത്തെ ഇനി നിങ്ങളൊന്ന് തൊട്ടുനോക്ക്. ഈ സ്രോതസ്സുകളിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ വിശകലനത്തിൽ നായകൻ ആ മനുഷ്യനാണ്. അതെ, 1825 മുതൽ 1874 വരെയുള്ള കാലഘട്ടത്തിൽ കേരളം കണ്ട ഏറ്റവും ധീരനായ സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. കൃത്യം. ഈ വിവരങ്ങൾ കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുതിയ അറിവായിരിക്കാം. കാരണം അക്ഷരങ്ങളെയും ആത്മീയതയെയും കലയെയും പിന്നെ ആയോധന കലയെയും ഒരുപോലെ ആയുധമാക്കിയ ഈ മനുഷ്യനെക്കുറിച്ച് ചരിത്രപുസ്തകങ്ങൾ വേണ്ടത്ര സംസാരിച്ചിട്ടില്ല. അതാണ്, എന്താ പറയാ, നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും. ഈ ചരിത്രരേഖകളിലൂടെ കടന്നുപോകുമ്പോൾ അദ്ദേഹം കേവലം വാക്കുകൾ കൊണ്ടല്ല പ്രതികരിച്ചതെന്ന് മനസ്സിലാകും. ഒരു സിസ്റ്റം നിങ്ങളെ അടിച്ചമർത്തുമ്പോൾ അതിനെതിരെ അങ്ങേയറ്റം ബുദ്ധിപരമായി എങ്ങനെ തിരിച്ചടിക്കാം എന്നാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അതെ, ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന ആറാട്ടുപുഴയിൽ 1825 അദ്ദേഹം ജനിക്കുന്നത്. കല്ലിശ്ശേരിയിലെ വേലായുധ ചേകവർ, അതല്ലേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്? ശരിയാണ്. ഒട്ടും അനുകൂലമല്ലാത്തൊരു ചുറ്റുപാടിൽ നിന്ന് ഒരാൾ എങ്ങനെയാണ് വലിയൊരു അവകാശ പോരാട്ടത്തിന് അടിത്തറ പാകിയത് എന്നതാണ് ഈ സ്രോതസ്സുകൾ തുറന്നു കാണിക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് പല വിപ്ലവകാരികളെക്കുറിച്ചും കേട്ടിട്ടുണ്ടാകും. എന്നാൽ വേലായുധ പണിക്കരുടെ കഥ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. തീർച്ചയായും. ഈ 1825 അദ്ദേഹത്തിന്റെ ജനനവും ബാല്യകാലവുമൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു സൂപ്പർ ഹീറോയുടെ ഉത്ഭവകഥ പോലെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുന്നു. ഒരു കുട്ടി ഏറ്റവും കൂടുതൽ തളർന്നു പോകാൻ സാധ്യതയുള്ള അവസ്ഥ. അതെ, മുത്തച്ഛനിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം അറിവുകൾ നേടുന്നത്. പക്ഷേ അന്ന് ലഭിച്ച ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് വലിയൊരു വിപ്ലവത്തിനുള്ള ഉപകരണമായി മാറിയത്? ആ ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നത് പുള്ളിയുടെ കുടുംബ പശ്ചാത്തലത്തിലാണ്. കല്ലിശ്ശേരി കുടുംബമെന്നു പറയുന്നത് ആ കാലത്ത് തന്നെ കളരിപ്പയറ്റ്, ആയുർവേദം, ജ്യോതിഷം ഇതിലൊക്കെ വലിയ പ്രാവീണ്യമുള്ളവരായിരുന്നു. ഓഹോ, അപ്പോൾ മുത്തച്ഛനിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്? അതെ, അനാഥനായ ആ കുട്ടിക്ക് മുത്തച്ഛൻ കളരിയുടെയും സംസ്കൃതത്തിന്റെയും ബാലപാഠങ്ങൾ നൽകി. ഇവിടെ നമ്മൾ അന്നത്തെ സാമൂഹിക പശ്ചാത്തലം കൂടി ഓർക്കണം. അതെന്താണ്? അക്ഷരമെന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം കുത്തകയാണെന്ന്. അപ്പോഴാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾ സംസ്കൃതം പഠിക്കുന്നത്. അപ്പോൾ ശാരീരികമായ കരുത്ത് നൽകുന്ന കളരിപ്പയറ്റും ബൗദ്ധികമായ കരുത്ത് നൽകുന്ന സംസ്കൃതവും ആയുർവേദവും ഒന്നിച്ചു ലഭിച്ചു. അതാണ് അദ്ദേഹത്തെ സവിശേഷനാക്കുന്നത്. ചുരുക്കത്തിൽ തന്നെ അടിച്ചമർത്തുന്ന വ്യവസ്ഥിതിയുടെ അതേ സോഴ്സ് കോഡ് അദ്ദേഹം പഠിച്ചെടുക്കുകയായിരുന്നു. ഒരു മിനിറ്റ്, അത് വളരെ കൃത്യമായൊരു നിരീക്ഷണമാണ്. അവരുപയോഗിച്ച അതേ ആയുധങ്ങൾ അദ്ദേഹം അവർക്കെതിരെ തന്നെ തിരിച്ചുവിടാൻ തീരുമാനിച്ചു, അല്ലേ? അതെ അതെ, തികച്ചും ബുദ്ധിപരമായൊരു നീക്കം. ആ അറിവുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം ചോദ്യം ചെയ്തത് അക്കാലത്തെ ഏറ്റവും വലിയ വിവേചന കേന്ദ്രങ്ങളെയാണ് എന്നത് എന്നെ അതിശയിപ്പിക്കുന്നു. അദ്ദേഹം നേരെ പോയി ലക്ഷ്യം വെച്ചത് ക്ഷേത്രങ്ങളെയാണ്. ആത്മീയ രംഗത്തെ വിപ്ലവങ്ങൾ. അതെ, 1852ലെയും 1853ലെയും സംഭവങ്ങൾ. പക്ഷേ എന്തിനാണ് അദ്ദേഹം ക്ഷേത്രങ്ങളിൽ നിന്ന് തന്നെ ഈ പോരാട്ടം തുടങ്ങിയത്? കാരണം ലളിതമാണ്. സമൂഹത്തിലെ അധികാരത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമെന്ന് ക്ഷേത്രങ്ങളായിരുന്നു. അവർണർക്ക് ക്ഷേത്രപ്രവേശനം കർശനമായി നിഷേധിക്കപ്പെട്ടിരുന്ന കാലം. ദൈവത്തെ ആരാധിക്കാനോ അമ്പലവഴിയിലൂടെ നടക്കാനോ പോലും അവകാശമില്ലായിരുന്നു, അല്ലേ? മനുഷ്യനെ മാനസികമായി അടിമപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പവഴി അവന് ദൈവത്തിനു മുന്നിൽ തുല്യത നിഷേധിക്കുക എന്നതാണ്. ഇതിനെ മറികടക്കാൻ അദ്ദേഹം ചരിത്രപരമായൊരു നീക്കം നടത്തി. 1852 മംഗലത്ത് അവർണർക്കായി അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അവിടെ സ്വന്തമായി ഒരു ശിവപ്രതിഷ്ഠ നടത്തി, അല്ലേ? അതെ, കൃത്യം. സ്വന്തമായി ഒരു ക്ഷേത്രം പണിയുക.
നിങ്ങൾക്കെന്നെ അമ്പലത്തിൽ കയറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റേതായ ഒരു അമ്പലം ഉണ്ടാക്കും എന്ന നിലപാട് ഭയങ്കരം തന്നെ. അത് അവിടെ കൊണ്ടും അവസാനിച്ചില്ല. 1853 തണ്ണീർമുക്കം ചെറുവാരണം കരയിലും അദ്ദേഹം രണ്ടാമത്തെ അവർണ ശിവക്ഷേത്രം സ്ഥാപിച്ചു. സവർണരുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായില്ലേ? അവരുടെ കുത്തകയല്ലേ മറ്റൊരാൾ ചെയ്യുന്നത്? ഓഹ്, അവരുടെ പ്രതിഷേധം വളരെ വലുതായിരുന്നു. നൂറ്റാണ്ടുകളായി അവരനുഭവിച്ചിരുന്ന ആത്മീയ അധികാരമാണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടത്. അവർണർക്ക് ശിവനെ പ്രതിഷ്ഠിക്കാൻ അവകാശമില്ല എന്നായിരുന്നു വാദം. പണിക്കരതിനെ വകവെച്ചില്ല, അല്ലേ? ഇല്ല, പുള്ളി അതിനെല്ലാം ശക്തമായി പ്രതിരോധിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഇതിനൊക്കെ വേണ്ടി അദ്ദേഹം ഗോവയിലേക്കൊരു യാത്ര നടത്തി. അവിടെയാണ് എനിക്ക് ചില സംശയങ്ങൾ തോന്നിയത്. ഗോവയിലേക്കുള്ള യാത്ര 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഗോവ വരെ പോവുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. മാത്രമല്ല, ക്ഷേത്രാചാരങ്ങൾ പഠിക്കാൻ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയോ ആളുകളില്ലായിരുന്നോ? എന്തിനാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഗോവയിലേക്ക് പോയത്? ഇതിന്റെ വിശാലമായ ചിത്രം നോക്കിയാൽ ആ യാത്രയുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും. കേരളത്തിലെ ഒരു പണ്ഡിതനും അന്ന് ഒരു അവർണനെ ഇതൊന്നും പഠിപ്പിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. ശരിയാണ്, ആരും തയ്യാറാവില്ല. പിന്നെ ഗോവയിലേക്കുള്ള യാത്ര വെറുമൊരു വാശിയായിരുന്നില്ല. താൻ പണിയുന്ന ക്ഷേത്രങ്ങൾ ആചാരപരമായി പൂർണ്ണതയുള്ളതായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതായത്, നാളെ ഇതൊന്നും ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞ് ആരും തകർക്കാൻ വരരുത് എന്ന് പുള്ളി മുൻകൂട്ടി കണ്ടു. അതെ അതെ, ദൈവത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് സ്ഥാപിക്കാനും ആചാരങ്ങളെ തിരിച്ചുപിടിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം. ആ യാത്ര അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനാണ് കാണിക്കുന്നത്. ആത്മീയമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കിയതിനു ശേഷം അദ്ദേഹം പിന്നീട് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന അവകാശങ്ങളായ വസ്ത്രധാരണത്തിലേക്കും വ്യക്തിസ്വാതന്ത്ര്യത്തിലേക്കുമാണ് തിരിഞ്ഞത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. വസ്ത്രവും ആഭരണവുമൊക്കെ. അതെ, ഇന്നത്തെ കാലത്ത് ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. വസ്ത്രം ഇന്നൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. പക്ഷേ അന്ന് അതൊരു മനുഷ്യാവകാശ പോരാട്ടമായിരുന്നു. തീർച്ചയായും. അച്ചിപ്പുടവ സമരം നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു വലിയ പ്രതിരോധമായിരുന്നു. കായംകുളത്തിനടുത്ത് പതിയൂരിൽ നടന്ന ആ സംഭവം എന്തായിരുന്നു എന്ന് വിശദീകരിക്കാമോ? ഒരു ജനതയുടെ അഭിമാനത്തെ എത്ര ക്രൂരമായാണ് അന്ന് വ്രണപ്പെടുത്തിയിരുന്നതെന്നതിന്റെ ഉദാഹരണമാണ് പതിയൂരിലെ സംഭവം. അന്ന് മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കാൻ സവർണർക്ക് മാത്രമേ അവകാശമുള്ളൂ. ഈ അച്ചിപ്പുടവ എന്ന് പറയുന്നത് അതാണോ? അതെ, കണങ്കാൽ വരെ എത്തുന്ന ഇരട്ട തുണിയാണ് അച്ചിപ്പുടവ. പതിയൂരിൽ വെച്ച് ഈ അച്ചിപ്പുടവ ധരിച്ച ഒരു ഈഴവ യുവതിയെ സവർണർ തടഞ്ഞു നിർത്തുകയും നടുറോഡിൽ വെച്ച് അവളുടെ വസ്ത്രം വലിച്ചുകീറുകയും ചെയ്തു. വല്ലാത്തൊരു അപമാനം തന്നെ. പക്ഷേ പണിക്കരുടെ പ്രതികരണം വെറുതെ വഴക്കുണ്ടാക്കലായിരുന്നില്ലല്ലോ. അല്ല, അദ്ദേഹം ചെയ്തത് കേട്ടാൽ ശരിക്കും രോമാഞ്ചം വരും. ഏതാനും ഈഴവ യുവതികളെ കൊണ്ട് അച്ചുപുടവ ധരിപ്പിച്ച് അദ്ദേഹം പതിയൂരിൽ ഒരു പരേഡ് തന്നെ നടത്തി. എവിടെ വെച്ചാനോ അപമാനിച്ചത് അവിടെ വെച്ചു തന്നെ കൂടുതൽ പേരെ കൊണ്ട് അതേ വസ്ത്രം ധരിപ്പിച്ചു നടത്തുക. പക്ഷേ ഒരു പരേഡ് കൊണ്ട് മാത്രം സവർണർ മാറുമോ? ഒരിക്കലുമില്ല. അത് പണിക്കർക്കും അറിയാമായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ ബുദ്ധി നമ്മൾ കാണുന്നത്. പുള്ളി എന്താ ചെയ്തത്? ഈ പരേഡിന് ശേഷം ആറാട്ടുപുഴയിലും പരിസരത്തുമുള്ള കർഷകർ ഉൾപ്പെടെയുള്ള പിന്നാക്കക്കാരെ മുഴുവൻ ഉൾപ്പെടുത്തി വലിയൊരു പണിമുടക്ക് സംഘടിപ്പിച്ചു. ഒരു ലേബർ സ്ട്രൈക്ക്, അതും 1850കളിൽ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, അന്ന് പണിയെടുത്തിരുന്നത് മുഴുവൻ ഈ വിഭാഗക്കാരല്ലേ? അവർ ജോലിക്ക് പോയില്ലെങ്കിൽ അവരുടെ പട്ടിണിയാവില്ലേ? അവിടെയാണ് പണിക്കരുടെ മാസ്റ്റർ സ്ട്രോക്ക്. സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് ഈ തൊഴിലാളികളായിരുന്നു. അവർ പണിമുടക്കിയതോടെ പാടങ്ങളിൽ വിളവെടുപ്പ് മുടങ്ങി സമ്പദ്വ്യവസ്ഥ സ്തംഭിച്ചു. അപ്പോൾ തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള വകയോ? തൊഴിലാളികൾക്ക് ഈ പണിമുടക്ക് സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള സാമ്പത്തിക പിന്തുണ പണിക്കർ തന്നെ നൽകിയെന്നാണ് ചരിത്രം പറയുന്നത്. അടിപൊളി. അപ്പോൾ സവർണർക്ക് വേറെ വഴിയില്ലാതെയായി. അതെ, തങ്ങളുടെ കൃഷിയിടങ്ങൾ നശിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് ഒത്തുതീർപ്പിന് തയ്യാറാവേണ്ടി വന്നു. അങ്ങനെയാണ് സ്ത്രീകൾക്ക് അച്ചിപ്പുടവ ധരിക്കാൻ ഔദ്യോഗികമായി അവസരം ലഭിക്കുന്നത്. സമ്പദ്വ്യവസ്ഥയെ തന്നെ ആയുധമാക്കി മാറ്റിയ ബുദ്ധി. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച ആ മൂക്കുത്തി സമരം. പന്തളത്ത് നടന്ന സംഭവം. അവർണ സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ യാതൊരു അവകാശവുമില്ലാതിരുന്ന കാലത്താണ് ആ യുവതിയുടെ മൂക്കുത്തി വലിച്ചു പറിച്ചത്. പിറ്റേന്ന് അദ്ദേഹം സ്വർണ്ണ മൂക്കുത്തികളുമായി പന്തളം ചന്തയിലെത്തി. അതെ, അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ അന്ന് ആരും മുന്നോട്ട് വന്നില്ലേ?
ഇത്രയും വലിയൊരു സവർണ ലോബി അവിടെ ഉണ്ടായിരുന്നിട്ടും അവർ പ്രതികരിച്ചില്ലേ? അവിടെയാണ് കലരിപ്പയറ്റിലെ അദ്ദേഹത്തിന്റെ പ്രാവീണ്യത്തിന്റെ പ്രസക്തി. ചന്തയുടെ നടുവിൽ വന്ന് സ്വർണം അണിയിച്ചു കൊടുത്തിട്ട് ധൈര്യമുണ്ടെങ്കിൽ അഴിച്ചുമാറ്റാൻ അദ്ദേഹം വെല്ലുവിളിച്ചു. ആരും മുന്നോട്ട് വന്നില്ല. ആർക്കും അദ്ദേഹത്തെ ശാരീരികമായി നേരിടാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല, അല്ലേ? അതെ, ഒരു വ്യക്തി തന്റെ കായിക കരുത്തും സമൂഹത്തിന്റെ സംഘടിത ശക്തിയും ഒരേ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ശാരീരികവും സാമൂഹികവുമായ ഇത്തരം അവകാശങ്ങൾ നേടിയെടുത്ത ശേഷം അദ്ദേഹം നേരെ സാംസ്കാരിക രംഗത്തേക്കാണ് കടക്കുന്നത്. സാംസ്കാരിക ഉന്നമനം. അതെ, എനിക്ക് തോന്നുന്നത് വസ്ത്രവും ആഭരണവും മാത്രം പോരാ, സാംസ്കാരികമായ ഉന്നമനമില്ലാതെ ഒരു സമൂഹത്തിനും പൂർണ്ണ സ്വതന്ത്രരാകാൻ കഴിയില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കണം. അതാണ് കഥകളിയിലേക്ക് നയിച്ചത്. ശരിയാണ്. പണിക്കർക്ക് കഥകളി വളരെ ഇഷ്ടമായിരുന്നു എന്ന് സ്രോതസ്സുകൾ പറയുന്നു. പക്ഷേ അവർണർക്ക് കഥകളി കാണാനോ പഠിക്കാനോ അന്ന് അനുവാദമുണ്ടായിരുന്നില്ല. പരിസരത്ത് പോകാൻ പോലും പാടില്ലായിരുന്നില്ലേ? അതെ, കല അന്ന് സവർണറുടെ മാത്രം വിനോദമായിരുന്നു. ഇതിനെ മറികടക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് താൻ സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിൽ വെച്ച് അവർണർക്കായി കഥകളി പരിശീലനം ആരംഭിക്കുക എന്നതാണ്. ഓ, സ്വന്തം ക്ഷേത്രത്തിൽ തന്നെ? അതെ, ഇതിനായി തന്റെ സുഹൃത്തും പ്രശസ്ത കഥകളി വിദഗ്ധനുമായ അമ്പലപ്പുഴ മാധവക്കുറുപ്പിന്റെ സഹായം അദ്ദേഹം തേടി. ഈഴവ യുവാക്കളെ കഥകളി പരിശീലിപ്പിച്ച് വലിയൊരു അരങ്ങേറ്റം നടത്തി. ഇതൊരു സുപ്രധാന ചോദ്യമുയർത്തുന്നു. ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു ജനതയ്ക്ക് എന്തിനാണ് കഥകളി പോലൊരു സങ്കീർണമായ കലാരൂപം? ഇതൊരു ആഡംബരമല്ലേ എന്ന് പലരും ചിന്തിച്ചേക്കാം. എന്തുകൊണ്ടായിരിക്കും പുള്ളി ഇതിന് ഇത്ര പ്രാധാന്യം നൽകിയത്? അതൊരു മികച്ച ചോദ്യമാണ്. കല എന്നത് ഒരിക്കലും ഒരു ആഡംബരമല്ല, അതൊരു അധികാരമാണ്. അധികാരമാണ്. അതെ, തങ്ങൾക്കും ഇത് പഠിക്കാനും അവതരിപ്പിക്കാനും കഴിവുണ്ടെന്ന് തെളിയിക്കുന്നത് ആ സമൂഹത്തിന്റെ ആത്മാഭിമാനം തിരികെ നൽകുന്നതിന് തുല്യമാണ്. കലയും വിദ്യാഭ്യാസവും തിരികെ നൽകുക എന്നത് അവരെ മാനസികമായി സ്വതന്ത്രരാക്കുക എന്നതാണ്. അത് സവർണർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അല്ലേ? ഇല്ല, അവർക്ക് വലിയ അടിയായി മാറി. അവരുടൻ തന്നെ അന്നത്തെ ദിവാന് പരാതി നൽകി. ഒരു നിയമ പോരാട്ടം. ദിവാന്റെ മുന്നിൽ ഈ കേസെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെയും നമ്മൾ കാണുന്നത് പണിക്കരെന്ന നിയമജ്ഞനെയാണ്. ദിവാന്റെ മുന്നിൽ അദ്ദേഹം തന്റെ വാദങ്ങൾ സമർത്ഥമായി നിരത്തി. എന്തായിരുന്നു ആ വാദങ്ങൾ? ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളിലോ വേദങ്ങളിലോ അവർണർ കലകൾ അഭ്യസിക്കുന്നതിന് വിലക്കില്ലെന്ന് അദ്ദേഹം വാദിച്ചു. കേവലം മാമൂലുകളുടെ പേരിൽ ഒരു ജനതയെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന് സ്ഥാപിച്ചു. എന്നിട്ട് ദിവാൻ അത് അംഗീകരിച്ചോ? അതെ, വാദങ്ങൾ അംഗീകരിക്കപ്പെടുകയും അവർക്കും കഥകളി അവതരിപ്പിക്കാൻ ഔദ്യോഗികമായി അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തു. നിയമപരമായി കൂടി അദ്ദേഹം അവരെ തോൽപ്പിച്ചു. ഇത് കലയുടെ മാത്രം കാര്യമല്ലല്ലോ, വിദ്യാഭ്യാസത്തിലും അദ്ദേഹം മുന്നിലായിരുന്നു. ആറാട്ടുപുഴയിൽ അദ്ദേഹം ഒരു സ്കൂളും വായനാശാലയും സ്ഥാപിച്ചു എന്ന് നമ്മൾ കാണുന്നു. അക്ഷരം വിലക്കപ്പെട്ട ഒരു സമൂഹത്തിന് സ്വന്തമായി വിദ്യാലയവും ഗ്രന്ഥശാലയും ഉണ്ടാക്കിക്കൊടുക്കുക എന്നത് അക്കാലത്തെ ഏറ്റവും വലിയ വിപ്ലവമാണ്. ചിന്തിക്കാൻ തുടങ്ങുന്ന, വായിക്കാൻ തുടങ്ങുന്ന ഒരു ജനതയെ ആർക്കും എളുപ്പത്തിൽ അടിമകളാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ശരിയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഒരു അടിത്തറ നൽകാനാണ് അദ്ദേഹം ഈ സ്ഥാപനങ്ങളിലൂടെ ശ്രമിച്ചത്. ഇത്രയേറെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഈ മനുഷ്യന്റെ ജീവിതം എങ്ങനെ അവസാനിച്ചു എന്നതിലേക്ക് നാം എത്തിച്ചേരുകയാണ്. 1874 തന്റെ 49ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണുണ്ടായത്. അതെ, അതൊരു ഇരുണ്ട അധ്യായമാണ്. ഒരു ബോട്ട് യാത്രക്കിടെ ഇരുട്ടിന്റെ മറവിൽ ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം. അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? 49 വയസ്സ് എന്നത് വളരെ ചെറിയൊരു ജീവിതമല്ലേ? വളരെ ചെറിയ ജീവിതം. പക്ഷെ അദ്ദേഹത്തെ നേർക്ക് നേർ നിന്ന് പോരാടി തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ശത്രുക്കൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇരുട്ടിന്റെ മറവ് തിരഞ്ഞെടുത്തത്. അതെ, ഭീരുക്കളെപ്പോലെ. ഭൗതികമായി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കാം. എന്നാൽ അദ്ദേഹം കൊളുത്തിയ വെളിച്ചം അവിടെ അവസാനിച്ചില്ല. ഒറ്റയ്ക്കൊരു സിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിച്ച ആ അസാമാന്യ ധൈര്യമാണ് പിന്നീട് കേരളം കണ്ട വലിയ സാമൂഹിക നവോത്ഥാനങ്ങൾക്ക് അടിത്തറയിട്ടത്. ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും പോലുള്ള നായകന്മാർക്ക് കടന്നുവരാനുള്ള പാത വെട്ടിയൊരുക്കിയത് പണിക്കലായിരുന്നു, അല്ലേ? തീർച്ചയായും. ആ ആദ്യകാല പോരാട്ടങ്ങളില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ഈ വിശകലനം കേൾക്കുന്ന നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേലായുധ പണിക്കരുടെ ജീവിതം നമ്മൾ കണ്ടു. ഏത് വ്യവസ്ഥിതിയാണോ അദ്ദേഹത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത്,
അതേ വ്യവസ്ഥിതിയുടെ ഉപകരണങ്ങൾ തന്നെ എടുത്ത് അദ്ദേഹം അവർക്കെതിരെ തിരിച്ചുവിട്ടു. ഉം, അത് സംസ്കൃതമായാലും നിയമമായാലും സമ്പദ് വ്യവസ്ഥയായാലും. അതെ. എന്നാൽ ഇന്നും ഒരു വലിയ വ്യവസ്ഥിതിക്കെതിരെ ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് ചുറ്റും അത്തരം അനീതികൾ അവശേഷിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ വേലായുധ പണിക്കരെപ്പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തിക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നത് നിങ്ങളെ തീർച്ചയായും ചിന്തിപ്പിക്കേണ്ടതാണ്. കേവലം പരാതി പറയുന്നതിന് പകരം സിസ്റ്റത്തെ പഠിച്ച് അതിനെ തിരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ ഒരു ചിന്തയോടെ ആഴത്തിലുള്ള കൂടുതൽ ചരിത്ര അന്വേഷണങ്ങൾക്കായി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നാം ഇന്നത്തെ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം വെറുമൊരു ചരിത്രപുരുഷനല്ല, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇന്നുമൊരു വലിയ പാഠപുസ്തകമാണ്.